ഒക്കെ ചവിട്ടി നോക്കി വായ കുടിച്ചു. ഇപ്പൊ കുറച്ച വായന ഒരു 10-20-30 വായ പോയി. ചേന ഇവിടെ ഓണത്തിന് ചിങ്ങമാസം വന്ന് നാളെ 2 ആഴ്ച കഴിഞ്ഞാൽ ഓണായി. ഓണത്തിന് കണ്ട ചേന ഇത്. ഈ കൃഷി ചെയ്തിട്ട് ഇന്നിപ്പോൾ 5 പൈസ നമുക്ക് എത്ര വർഷം മുടക്കണ്ടെങ്കിലും അത് കിട്ടൂല. ഈ വായ വെള്ളം അല്ലെങ്കിൽ നമുക്ക് ഉണക്കുക, അല്ലെങ്കിൽ ആന, അല്ലെങ്കിൽ പന്നി, അല്ലെങ്കിൽ പുള്ളി. എവിടെ തിരഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന ചങ്ങമ്പുഴ കവിതയുടെ ഇശലുകൾ നിലമ്പൂർ മണ്ണിനെ അന്യമാണിന്ന്. നിലമ്പൂരിന്റെ കെട്ടകാലത്തിപ്പോൾ എവിടെ തിരഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം വന്യമൃഗങ്ങൾ മാത്രമെന്ന് പറയേണ്ടി വരും. വീണ്ടും ഒരു ഓണം പടിവാതിൽക്കൽ നിൽക്കെ നിലമ്പൂരിന്റെ മണ്ണിനെ നോവിന്റെ നനവാണ്. ചുങ്കത്തറ, കുറുമ്പലങ്ങോട്, മാതയിൽ നിന്നുള്ള കൃഷി കാഴ്ചകൾ ഏതൊരാളുടെയും ഉള്ളുലയ്ക്കും. ഓണത്തിന് വിറ്റഴിക്കേണ്ട മൂപ്പെത്തിയ നേന്ത്രക്കുലകൾ കാട്ടാന ഭക്ഷിച്ച് അവശിഷ്ടമാക്കിയ നേന്ത്രവാഴത്തോട്ടം, മലയാളിയുടെ സദ്യവട്ടങ്ങൾക്ക് പ്രിയമേറും ചേന കവർന്ന് കാട്ടുപന്നികൾ കുഴിമാടമാക്കിയ കൃഷിയിടങ്ങൾ, വന്യമൃഗശല്യത്താൽ കൃഷിനാശം നേരിട്ട ആയിരങ്ങളിൽ ചിലർ മാത്രമാണ് തെച്ചിയോടൻ അഹമ്മദും അയമുവും. ആനശല്യം, പന്നിന്റെ ശല്യം. 200 ചേന ഇവിടെ ഓണത്തിന് ചിങ്ങമാസം വന്ന് നാളെ 2 ആഴ്ച കഴിഞ്ഞാൽ ഓണായി. ഓണത്തിന് കണ്ട ചേന ഇത്. പിന്നെ ഇപ്പോൾ 3-4 ആഴ്ച വന്നിട്ട് പന്നി കംപ്ലീറ്റ് കളഞ്ഞു. ഇപ്പോൾ ആന അന്ന് നന്നായി കാണുന്നത്. പന്നി എന്ന് പറഞ്ഞാൽ ഇതിൽ വാഴ 250 വാഴ വെച്ച സ്ഥലം കാണുന്നത്. ഇതിലിപ്പോൾ എണ്ണിയാൽ 100 വാഴ ഉണ്ടാവില്ല. അപ്പോഴും വന്ന് പന്നിനെ നശിപ്പിച്ചു. ഇപ്പോൾ കൊലക്കാനായ കുറച്ച വായ ആന വന്നിപ്പോൾ 3-4 ദിവസം മുന്നേ വന്ന് ഒരു വരെ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു വരും കൂടി വന്നാൽ അപ്പം കഥ കഴിഞ്ഞു. ഒറ്റ വായ ഉപ്പേരി കൂടി നമുക്ക് കിട്ടൂല. ഇപ്പോൾ അതാണ് സർക്കാർ ഇതിൽ എന്ത് ചെയ്തു തരും ഞങ്ങൾ നിലവിളിച്ച് ഞങ്ങൾ കുഴങ്ങിയതല്ലാതെ ഇതിനും ഒരു തീരുമാനമുണ്ട്. ഒരു ഫാൻസിങ് ചെയ്യുന്നുണ്ട്. എന്ത് ഫാൻസിങ് ആന നാസാക്കുന്നതാണ്. അപ്പം ഇന്ന് ഓൺ സംവിധാനം വരുത്തുമ്പോൾ പറഞ്ഞു അത് ചെയ്യട്ടെ. ഏതെങ്കിലും ചെയ്ത് കർഷകരെ എന്തെങ്കിലും രക്ഷപ്പെടുത്താൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പണ്ട് പന്നി 500 മധ്യ ചേമ്പാപ്പത്തി ഇപ്പോൾ കാണാണ്ടോ? അതാ ഈ മൊത്തം കാരക്കാരൊക്കെ സ്ഥലമുണ്ട്. അത് കംപ്ലീറ്റ് പന്നി വന്ന് കണ്ട് നശിപ്പിച്ചു. അത് ഒറ്റടിക്കല്ല വരില്ല. ഇപ്പോൾ ദിവസം വരില്ലേ. ഇപ്പോൾ ഇന്നലെ കൂടിയും വന്നാൽ 100 കാണിച്ചാൽ ഇന്നലെ കുത്തിയ അടയാളം കാണിച്ചാൽ. ഇവിടെ ഇപ്പോൾ പന്നി, ആന, നൈതി, പുലി ഇങ്ങനെ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഇവിടെ നിൽക്കാൻ ബുദ്ധിയില്ല ഞങ്ങൾക്ക്. ഇപ്പൊ കൃഷി ഉണ്ടാക്കിയത് നയിച്ചിക്കാണ്ട് തിന്നാനും ഇതില്ല, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ആന ദിവസം വന്ന് കൊടുക്കുകയാണ്. അങ്ങനെ പന്നി, പുള്ളി, മാന് വലിയ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. പെരേന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പം മൂത്ര വീട്ടം വരെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കൃഷികൾക്ക് നോക്കാനും ഇറങ്ങാനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയും രാത്രി ഇറങ്ങാതെ പുറത്ത്. ഒരു പറഞ്ഞു പോകുന്നില്ലാതെ നമുക്കിത് ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. വെച്ച കേട്ടാൽ ലൈറ്റ് അടിച്ചാൽ ആന നേരെ മേത്തേക്ക് ഇങ്ങിട്ടെടുക്കണം. നമ്മൾ ലൈറ്റ് അടിച്ച് കണ്ടാൽ ആന ഓടി ഇടുകയില്ല ജനങ്ങളെത്തിക്ക്. പിന്നെ നമ്മൾ പെരക്കാലത്തേക്ക് പറഞ്ഞു കയറുന്നല്ലാതെ ഈ കുട്ടന്മാർക്ക് പൊക്കി കെട്ടി അങ്ങനത്തെ മട്ടിന് അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരം സർക്കാർ കണ്ടില്ലെങ്കിൽ മഹാഅബദ്ധത്തിലാണ്. ജനങ്ങൾ ജീവൻ എടുക്കാൻ പോവുകയാണ്. ഈ ലോണും കാര്യങ്ങളും എടുത്തിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പൈസ തിരിച്ചു കിട്ടാനില്ല ഇതില്ല. എന്തെങ്കിലും ഒരു സബ്സിഡി കിട്ടിയാൽ 10, 100, 1000 കിട്ടും. അതുകൊണ്ട് ഇത് കടം വീട്ടാൻ ബാങ്കിലെ ലോൺ എടുക്കാൻ ജപ്തി അങ്ങനെയാണ് ജപ്തിക്കാവില് വരുന്നത്. അപ്പോൾ ജപ്തി വേണ്ട പണം നമുക്ക് തിരിച്ചടക്കാൻ കഴിയില്ല. ഇരിപ്പടം ഇത്തി വേണ്ടതിന് കൊടുക്കേണ്ടി വരും. കടം വാങ്ങിയാൽ കൊടുക്കണമല്ലോ എപ്പോഴായാലും. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു തീരുമാനം സർക്കാർ എടുക്കാൻ ഞാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് തീരുകയാണ്. ഇക്കഴിഞ്ഞ ചിങ്ങം 1 ഏറ്റവും മികച്ച മുതിർന്ന കർഷകനായി കൃഷിവകുപ്പ് ആദരിച്ച തെച്ചിയോടൻ സുലൈമാനുമുണ്ട് പറയാനേറെ. ഇനിയിപ്പോൾ ഈ വായന ഒന്നും പ്രതീക്ഷിക്കാനില്ല. എന്താ വായന പ്രതീക്ഷിക്കാനില്ല എന്ന് പറയുന്നത്? ഇതിപ്പോൾ ഇനി ശരിയാവില്ല നമുക്ക് ഉറപ്പാണ്. കർഷകന് കണ്ടാലറിയാലത്, ഗവൺമെൻറ്റിനും കണ്ടാലറിയും. ഇതിപ്പോൾ ഇനി ഈ വായ കൊണ്ട് രക്ഷപ്പെടില്ല. അപ്പോൾ എന്തെങ്കിലും ധനസഹായം തന്ന് നമ്മളെ സർക്കാർ തന്നെ ചെയ്യണം. ഒരു വ്യക്തി ചെയ്താലും നടക്കൂല. അത്ര അവസ്ഥയിലാണ് ഇപ്പോൾ വന്നത്. 80 ആണ്ട് ഓണമുണ്ട് ഇന്നും വാർദ്ധക്യം ഊർജ്ജമാക്കി കൃഷിയിടം ധന്യമാക്കിയ സുലൈമാന്റെ കഥയുമായി നിലമ്പൂർ വിഷൻ പിന്നാലെ എത്തുന്നുണ്ട്. എക്കാലവും കൃഷി ഉപജീവനമാക്കി മാറ്റിയവരുടെ മണ്ണാണ് നിലമ്പൂരിന്റേത്. എന്നാൽ ഇന്ന് വന്യമൃഗശല്യത്തിൽ കൃഷി ഉപേക്ഷിക്കുകയാണ് ആയിരങ്ങൾ. കുടിയേറ്റ കർഷകരുടെ കണ്ണീരുപ്പ് പടർന്ന മണ്ണ് വീണ്ടും തരിശാകുമ്പോൾ പൊലിയുന്നത് നാടിന്റെ കാർഷിക സംസ്കൃതിയാണ്. കാർഷിക വിപണിയിലും സമൂഹത്തിലാകെയും പടരുന്ന അരക്ഷിതാവസ്ഥ തകർക്കുന്നത് നാട്ടുഗ്രാമങ്ങളുടെ സമ്പന്നതയാണ്. എല്ലാവരും ഒഴിയുന്ന പോലെ നിലമ്പൂർ വിഷനും ഒന്നേ പറയാനുള്ളൂ:
വന്യമൃഗശല്യത്തിന് അറുതി വരുത്തണം. ആത്മഹത്യാമുനമ്പിലായ മണ്ണിൽ പൊന്നുവിളയിച്ച മലയോര കർഷകരുടെ ഇടറിയ ചങ്കിടിപ്പിന് ചെവിടോർക്കണം. ശാശ്വത പരിഹാരം വേണം. അതിനെ നമ്മുടെ ജനാധിപത്യ ബോധം വിറ്റുതിന്നവർ, അവർ ഉദ്യോഗവർഗമായാലും ഭരണവർഗമായാലും മുന്നോട്ട് വരണം. പാതി അടച്ചമിഴികൾ തുറന്നു പിടിക്കണം. അതുവഴി കർഷകരുടെ ജീവനും കൃഷിക്കും സംരക്ഷണം നൽകാനുള്ള നിയമനിർമ്മാണം നടത്തണം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ വിഷൻ, ചുങ്കത്തറ.